Good afternoon. Good afternoon. Good afternoon. Okay. Good afternoon, ma'am. Okay, good afternoon. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ? എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രസീത. ഓക്കെ, സിത്തു. ശരി, അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റത്തിനെ പറ്റി പഠിച്ചു അല്ലെ? എൻഡോക്രൈനോളജി പഠിച്ചു. പിന്നെ എൻഡോക്രൈനോളജിയിൽ വരുന്ന ഓർഗൻസുകളൊക്കെ പരിചയപ്പെട്ടു. ജെറിയാട്രിക്സ് പഠിച്ചു അല്ലെ? ജെറിയാട്രിക്സ് എന്താണ്? പ്രായമായിട്ടുള്ള ആളുകൾ അല്ലെ? വാർദ്ധക്യ സഹജമായിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് അല്ലെ? ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ജനറൽ മെഡിസിൻ അല്ലെ? ജനറൽ മെഡിസിൻ, അതിൽ നമ്മൾ ഫിസിഷ്യൻ. ആരാണ് ഫിസിഷ്യൻ? അദ്ദേഹം എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ആളല്ല. ജനറൽ മെഡിസിൻ വിഭാഗത്തില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെയാണ് നമ്മൾ ഫിസിഷ്യൻ എന്ന് പറയുന്നത് അല്ലെ? ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഗൈസ്ട്രോ എന്ററോളജി ആയിരുന്നു അല്ലെ? അതായത് നമ്മുടെ അബ്ഡോമിനൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈസ്ട്രോ എന്ററോളജി. ഓക്കെ, അതിനകത്ത് വരുന്ന ഓർഗൻസുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞു വെച്ചത്? തുടങ്ങി ഏകദേശം നമ്മൾ ഗൈനക്കോളജി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഗൈനക്കോളജി പിന്നെ നമ്മൾ പറയാതെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് അല്ലെ? ഈ പറയുന്ന പ്രത്യുൽപാദന വ്യവസ്ഥ അല്ലെ? റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളുടെ രോഗനിർണയം, അതിന്റെ ചികിത്സ, പ്രതിരോധം, ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗൈനക്കോളജിയുടെ തന്നെ 3 സ്പെഷ്യാലിറ്റി ഏരിയാസ് അല്ലെ? 3 സ്പെഷ്യാലിറ്റി ഏരിയാസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞത് ഒന്ന് ഗൈനക്കോളജി ആണ്. ദെൻ നമ്മൾ പറഞ്ഞത് ഒബ്സ്ട്രക്റ്റിസ് ആണ്. ഓക്കെ, ഒബ്സ്ട്രക്റ്റിസും പിന്നെ മൂന്നാമത് വരുന്നത് ഇൻഫെർട്ടിലിറ്റി ആണ് കേട്ടോ, വന്ധ്യത. ഓക്കെ, വന്ധ്യതാ ചികിത്സകളും. അപ്പൊ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നെക്സ്റ്റ് അത് നോക്കാം. അപ്പൊ ഗൈനക്കോളജി വരെ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, ഹെപ്പറ്റോളജി പറഞ്ഞിരുന്നു. ഓക്കെ, നിങ്ങൾ ഏതായാലും ഓർത്തല്ല, കുഴപ്പമില്ല. ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ശരി, നെക്സ്റ്റ് വരുന്നതാണ് ഒബ്സ്ട്രക്റ്റിസ് കേട്ടോ. പലപ്പോഴും എല്ലാവർക്കും ഒരു സംശയമാണ്, ഈ ഗൈനക്കോളജി എന്ന് പറയുന്നതും ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണോ? ഇപ്പൊ തമ്മിൽ ഒന്ന് തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടാവും. അത് റിലേറ്റഡ് ആണ്, പക്ഷെ ഒന്ന് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പരസ്പരം റിലേറ്റഡ് ആണ്. നമ്മൾ പഠിക്കുമ്പോൾ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ ഗൈനക്കോളജി വിഭാഗത്തിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോഴും അതിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെയും വരുന്നുണ്ട്. എന്ന് പറഞ്ഞാല് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുമ്പോൾ അവിടെ പ്രഗ്നൻസി വരുന്നുണ്ട്, ചൈൽഡ് ബർത്ത് വരുന്നുണ്ട്, പോസ്റ്റ് പാർട്ടം പീരീഡ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളാണ് ഒബ്സ്ട്രക്റ്റിസ് വിഭാഗത്തിൽ വരുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന പ്രഗ്നൻസി ടൈം, പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ ഗൈനക്കോളജിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പ്രഗ്നൻസി പീരീഡ്, പിന്നെ ചൈൽഡ് ബർത്ത്, പിന്നെ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, അതായത് ചൈൽഡ് ബർത്തിന് ശേഷം അമ്മയ്ക്ക് ഉണ്ടാകുന്ന ഒരു പോസ്റ്റ് പാർട്ടം പീരീഡ്. ശരിക്കും പറഞ്ഞാല് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന, അതിന് ഫോക്കസ് ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത് കേട്ടോ. മറ്റേതെന്ന് പറയുമ്പോൾ ഗൈനക്കോളജി എന്ന് പറയുമ്പോൾ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന് ഫോക്കസ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പരസ്പരം റിലേറ്റഡ് ആണ് കേട്ടോ, ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കത് വായിക്കാം. ഒബ്സ്ട്രക്റ്റിസ് ഇസ് ദ സർജിക്കൽ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത്. അത്രയേ ഉള്ളൂ, അത്രയും ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇറ്റ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഡീലിംഗ് വിത്ത് കെയർ ഓഫ് മദർ ആൻഡ് ചൈൽഡ് ബിഫോർ, ഡ്യൂറിംഗ് ആൻഡ് ആഫ്റ്റർ ചൈൽഡ് ബർത്ത് അല്ലെ? അതായത് പ്രഗ്നൻസി സമയത്തും അതുപോലെ ഡെലിവറി സമയത്തും ആഫ്റ്റർ ചൈൽഡ് ബർത്ത്, കുഞ്ഞ് ജനിച്ചതിന് ശേഷം, അതുപോലെ അങ്ങനെ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റിനെയാണ് ഒബ്സ്ട്രക്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ചോദ്യം വരുമ്പോൾ തെറ്റിപ്പോകരുത്. നിങ്ങളോട് ചോദിക്കുകയാണ്,
the department that is deals with the problems affected to the female reproductive system. അങ്ങനെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരം ഗൈനക്കോളജി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുകയാണ് the department that deals with the care of mother and child. അങ്ങനെയൊക്കെ എടുത്തു ചോദിക്കുകയാണെങ്കിൽ that is obstetrics ആണ് കേട്ടോ, മാറിപ്പോകുന്നത്. ഇനി നമ്മൾ obstetrics എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ മൂന്നാമതൊരു ഏരിയ പറഞ്ഞിരുന്നു, അതെന്താണ്? ഇൻഫെർട്ടിലിറ്റി ആണ്, വന്ധ്യതാ ചികിത്സകൾ അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഇനി നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത് കേട്ടോ. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ടെക്നോളജി എന്ന് എഴുതി ചേർക്കണം കേട്ടോ. ART എന്ന് പറയും, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി. ടെക്നോളജി എന്നുള്ളത് അവിടെ ഇല്ല, അവിടെ നിന്ന് എഴുതി ചേർത്തോളൂ കേട്ടോ. ഓക്കെ, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി is the special branch of medicine that deals with the infertility issues in both the men and women and involves diagnosis of infertility therapeutic technique to improve fertility and embryology services such as in vitro fertilization. Okay, എന്താണ് പറയുന്നത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ആണ്. മെഡിസിന്റെ ഒരു പ്രത്യേക വിഭാഗമാണ്. അത് വന്നിട്ട് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വന്ധ്യതാ ചികിത്സകള് കൈകാര്യം ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ കേട്ടോ, രണ്ടു കൂട്ടർക്കുണ്ട്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന ഈ പറയുന്ന വന്ധ്യതാ ചികിത്സകൾക്ക് വേണ്ട അത്തരത്തിലുള്ള ഡയഗ്നോസിസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യാലിറ്റിയാണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഏരിയ എന്തൊക്കെ സേവനങ്ങളാണ് അവർ പ്രൊവൈഡ് ചെയ്തതെന്ന് നോക്കുക. ഇറ്റ് ഇൻവോൾവ്സ് ഡയഗ്നോസിസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക് ടു ഇംപ്രൂവ് ദ ഫെർട്ടിലിറ്റി. അതായത് ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ, അതായത് ഏറ്റവും ഈ പറയുന്ന വന്ധ്യതാ ചികിത്സയിലൊക്കെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എംബ്രിയോളജി സർവീസസ് സച്ച് ആസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അഥവാ IVF കേട്ടോ. IVF എന്ന് കേട്ടിട്ടുണ്ടോ? IVF ട്രീറ്റ്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? IVF-ന്റെ ഫുൾ ഫോം ആണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ഞാൻ ഇതിലും കുറച്ച് ഞാൻ പറയുന്നില്ല കേട്ടോ, ഞാൻ വളരെ കുറച്ച് സ്പീഡ് കുറച്ചിട്ടാണ് പറയുന്നത്, ശ്രദ്ധിച്ച് കേട്ടാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇതിലും സ്ലോവിൽ എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ പരമാവധി സ്ലോവിലാണ്. ശരി, ഞാൻ അത്യാവശ്യം സ്പീഡിൽ എടുക്കുന്ന ഒരാളാണ്. ഞാൻ നിങ്ങളുടെ തുടക്കമായതുകൊണ്ടും അതുകൊണ്ടാണ് ഏറ്റവും പതുക്കെയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മതി. ഓക്കെ, പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണോ നോക്കുക കേട്ടോ. അപ്പൊ നോക്കുക, ഡയഗ്നോസിസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക് ടു ഇംപ്രൂവ് ഫെർട്ടിലിറ്റി കേട്ടോ. ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം എംബ്രിയോളജി സർവീസസ് സച്ച് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ IVF കേട്ടോ. അവിടെ എഴുതി വെച്ചോളൂ, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ദാറ്റ് മീൻസ് IVF IVF ട്രീറ്റ്മെന്റ്. എന്താണ് ഈ IVF ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ. ആ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മള് ഒരു ഇൻ വിട്രോ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഔട്ട്സൈഡ് ദ ബോഡിയാണ്. നമ്മുടെ ബോഡിക്ക് അകത്ത് വെച്ചിട്ടല്ല നടക്കുന്നത്, ബോഡിക്ക് പുറത്ത് വെച്ചിട്ടാണ്. എന്ന് പറഞ്ഞാല് നമ്മൾ ബോഡിക്ക് പുറത്ത് ഏതെങ്കിലും ഒരു ലബോറട്ടറി സെറ്റിംഗ്സിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ പറയുന്ന സ്ത്രീകളിൽ നിന്നുള്ള ആ ഒരു എഗ്ഗും അതുപോലെ സ്പെർമിനെയും തമ്മിൽ നമ്മൾ ഫെർട്ടിലൈസ് ചെയ്യാണ്. അങ്ങനെ ഫെർട്ടിലൈസ് ചെയ്ത് അതിനൊരു എംബ്രിയോ ആക്കി മാറ്റുകയാണ്, ഭ്രൂണമാക്കി മാറ്റുകയാണ്. എന്നിട്ട് ദിസ് എംബ്രിയോ ദാറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദി യൂട്രസ്, യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ആ ഒരു ചികിത്സയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അത് ഹ്യൂമൻ ബോഡിക്ക് അകത്ത് വെച്ചല്ല അത് ചെയ്യുന്നത്. ആ ഫെർട്ടിലൈസേഷൻ നടത്തുന്നത് ഔട്ട്സൈഡ് ദ ബോഡിയാണ്. അത് ഏതെങ്കിലും ഒരു ലാബ് സെറ്റിംഗ്സിലായിരിക്കാം. എന്നിട്ട് എഗ്ഗിനെയും സ്പെർമിനെയും തമ്മിൽ സംയോജിപ്പിച്ച് ഫെർട്ടിലൈസ് ചെയ്ത് ആ ഒരു ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ എംബ്രിയോ ആയിട്ട് മാറും, ഒരു ഭ്രൂണമായിട്ട് മാറും. ആ എംബ്രിയോനെ എന്ത് ചെയ്യാണ്? യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ IVF എന്ന് പറയുന്നത് കേട്ടോ. സോ ഇറ്റ് ഇസ് എ ട്രീറ്റ്മെന്റ് ആണ് that involves the fertilizing an egg with this sperm in laboratory settings, then transfer this fertilized egg into the uterus. യൂട്രസിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെയുള്ള IVF ട്രീറ്റ്മെന്റുകളും ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഏത് സ്പെഷ്യാലിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന
ART-ലാണ് കേട്ടോ. അതായത് അസിസ്റ്റഡ്, അതുകൊണ്ടാണ് അസിസ്റ്റഡ് എന്ന് പറയാൻ കാരണം കേട്ടോ. നോർമൽ രീതിയിലുള്ള റീപ്രൊഡക്ഷൻ അല്ലല്ലോ, അസിസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സോ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയും. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വന്ധ്യതാ പ്രശ്നങ്ങൾ എല്ലാം തന്നെ കൈകാര്യം ചെയ്യുകയും അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇൻഫെർട്ടിലിറ്റി തെറാപ്യൂട്ടിക് ടെക്നിക്കുകൾ, പിന്നെ IVF പോലെയുള്ള എന്താണ് എംബ്രിയോളജി സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്പെഷ്യാലിറ്റിനെയാണ് നമ്മൾ അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഗൈനക്കോളജിയിലാണ് പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ ഗൈനക്കോളജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. ഒബ്സ്ട്രക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ പരിചരണം കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ദാറ്റ് ഡീൽസ് വിത്ത് ഇൻഫെർട്ടിലിറ്റി ഇഷ്യൂസ് ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമൻ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോകാം. വായിച്ചു നോക്കാം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ്? നെർവസ് സിസ്റ്റം ആണ് അല്ലെ. നമ്മുടെ നാഡീ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്ന അത് തന്നെ, അതെ നെർവ് അല്ലെ, അത് നെർവുമായിട്ട് നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകള് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് വായിക്കാം. ന്യൂറോളജി ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ന്യൂറോളജി ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം. ഓക്കെ, the doctors in this department investigate and treat patients for the problems affecting their brain and spinal cord. Okay, അപ്പൊ നമ്മൾ പറഞ്ഞു നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂറോളജി. നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് എന്ത്? നമ്മുടെ ബ്രെയിനും അതുപോലെ തന്നെ സ്പൈനൽ കോഡും അല്ലെ. ബ്രെയിൻ, നമ്മുടെ ബ്രെയിനും അതുപോലെ കണ്ടിട്ടില്ലേ നട്ടില്, നമ്മുടെ ബ്രെയിനിന്റെ അവിടെ നിന്ന് ബാക്കിലേക്ക് നട്ടില് വരെ നീണ്ടു നിൽക്കുന്ന ഭാഗം സുഷുമ്ന എന്നൊക്കെ പറയും. ഓക്കെ, സ്പൈനൽ കോഡ് കേട്ടോ. അപ്പൊ ഈ ബ്രെയിനും സ്പൈനൽ കോഡും തെറാപ്യൂട്ടിക് എന്ന് പറയുമ്പോൾ ചികിത്സ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താ? ട്രീറ്റ്മെന്റ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. തെറാപ്യൂട്ടിക് മീൻസ് ട്രീറ്റ്മെന്റ് എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പൊ നോക്കാം. നമ്മൾ ഈ പറയുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റില് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്രെയിൻ അതുപോലെ തന്നെ സ്പൈനൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസുകളെ ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങളോട് രണ്ട് തരത്തിൽ അവിടെ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങളോട് ഡയറക്റ്റ് ചോദിക്കാം ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഡീൽസ് വിത്ത് ഹ്യൂമൻ നെർവസ് സിസ്റ്റം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാം ന്യൂറോളജി എന്ന് പറയും. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ചോദിക്കാം ദ ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് അഫക്റ്റിംഗ് എന്താണ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അങ്ങനെ എടുത്താവും ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് അറിയണം ബ്രെയിൻ സ്പൈനൽ കോഡ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്. നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ ഹാൻഡിൽ ചെയ്യുന്നത് ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. അങ്ങനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം കേട്ടോ. ഓക്കെ, ഇനി നോക്കാം. ന്യൂറോളജിസ്റ്റ് എക്സാമിൻ ദ പേഷ്യൻസ് who have been referred to them by other physicians in both the inpatient and outpatient settings. ഓക്കെ, അതായത് വേറൊന്നുമില്ല. അതായത് ന്യൂറോളജിസ്റ്റുകൾ നോക്കുന്ന പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് അടിസ്ഥാനത്തിലും ഇൻപേഷ്യന്റ് അടിസ്ഥാനത്തിലും സേവനങ്ങൾ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ അഡ്മിറ്റ് ആയിട്ട് കൊടുക്കേണ്ട രോഗികളാണെങ്കിൽ ആ രീതിയിൽ ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസ് ആയിട്ട് അവിടെ നിന്ന് വരുന്ന പല കേസുകൾ, ഇപ്പൊ ന്യൂറോ സ്ട്രോക്ക് ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരെങ്ങോട്ടേക്ക് റെഫർ ചെയ്യാം? ന്യൂറോളജി വിഭാഗത്തിലോട്ടാണ് റെഫർ ചെയ്യുക. അല്ലെങ്കിൽ കൈക്കും കാണുന്ന തരിപ്പ് വരിക, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത അവസ്ഥ വരിക, സ്ട്രോക്ക് വരിക,
തളരുക, പാരലൈസ് ചെയ്യുക, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത്തരം രോഗികളെയൊക്കെ നമ്മൾ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കാര്യം എന്താണ്, ന്യൂറോൺ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടാണ് അങ്ങനെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവരെയാണ് അവിടെ ചികിത്സ കൊടുക്കുന്നത്. ഇനി നോക്കാം, a neurologist will begin their interaction with a patient by taking a comprehensive medical history and then perform a physical examination focusing on evaluating the nervous system. അതെ, അതിപ്പോ ഒരു ന്യൂറോളജിസ്റ്റ് എന്ന് മാത്രമല്ല, ഏതൊരു ഡോക്ടർമാരായി കഴിഞ്ഞാലും അവരെങ്ങനെയാണ് ചികിത്സ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ പേഷ്യൻസുമായിട്ട് അവർ ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യം തന്നെ ആ ഒരു പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി എടുക്കും അല്ലെ. ഓക്കെ, അവരുടെ ആ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എടുത്തു, അതിനുശേഷം അവരുടെ മറ്റുള്ള ശാരീരിക പരിശോധനകളൊക്കെ ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ ശാരീരിക പരിശോധനകളൊക്കെ നടത്തിക്കൊണ്ടാണ് അവരവരുടെ ആ ഒരു പരിചരണം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. ഓക്കെ, ഇനി അതൊക്കെ ജനറലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, അതിനകത്ത് വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി നോക്കാം, ഇനി പറയുന്നത് ഒരു പോയിന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? Components of the neurological examination include assessment of the patient's cognitive function, motor strength, sensation reflexes, coordination and gait. കണ്ടോ, നമ്മളൊരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ അസസ്മെന്റുകളാണ് നമ്മൾ നടത്തുന്നത്? ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ നടത്തുക എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ്? അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഒന്നാമത്തത് അസസ്മെന്റ് ഓഫ് ദ പേഷ്യൻസ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആണ് കേട്ടോ. കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഗ്നിറ്റീവ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് മീൻസ് നമ്മുടെ ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നതും അല്ലെ, നമ്മൾ ചിന്തിക്കുന്നു, നമ്മൾ ഓർമ്മിക്കുന്നു അല്ലെ, അതുപോലെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലെ, നിങ്ങൾ പഠിക്കുന്നു, നിങ്ങൾ അത് ഓർക്കുന്നു അല്ലെ, ഇതൊക്കെ എന്താണ്? നമ്മുടെ ബ്രെയിനിലെ ആക്ടിവിറ്റീസ് ആണ്. ഇതൊക്കെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആണ് നമ്മുടെ അല്ലെ. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ മുഖം നിന്ന് ഓർത്തിരിക്കുന്നത്, നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ചിന്തിക്കുന്നത് അല്ലെ, നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെ, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷന്റെ ഭാഗമാണ് അല്ലെ, നമ്മുടെ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസിന്റെ ആ ഒരു പരിശോധന നമ്മൾ നടത്തും. അതുപോലെ തന്നെ മോട്ടോർ സ്ട്രെങ്ത്, ചാലകശേഷി എന്ന് പറയും. അതായത് നമുക്ക് കൈകളും കാലുകളും വിരലുകളും ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്യാനൊക്കെയുള്ള നമ്മുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെ, ആ ഒരു മോട്ടോർ സ്ട്രെങ്ത്. പിന്നെന്താണ്? സെൻസേഷൻ റിഫ്ലക്സസ്, അല്ലെങ്കിൽ സംവേദനങ്ങള്, അല്ലെങ്കിൽ ഇത്തരം ഉദ്ദീപനങ്ങളോടൊക്കെയുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രതികരണം, റിഫ്ലക്സ്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ കയ്യില് നമ്മുടെ വിരല് തൊട്ട ഉടനെ നമ്മൾ കൈ പിൻവലിക്കും. കാര്യം എന്താ? പൊള്ളും അല്ലെ, പെട്ടെന്ന് ഉണ്ടാകുന്ന റിഫ്ലക്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിലേക്ക് ടോർച്ച് തടിക്കണമെന്ന് പറയാണ്ടാണ് നമ്മുടെ കണ്ണ് നമ്മൾ ചിമ്മിക്കളയും അല്ലെ. ഇതൊക്കെ ഒരു റിഫ്ലക്സ് ആണ്, പെട്ടെന്ന് ഉണ്ടാകുന്നതാണ് അല്ലെ. ഓക്കെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഇതൊക്കെ ബ്രെയിൻ ആണ്. ബ്രെയിനും നെർവിന്റെ ഒക്കെ ആക്ടിവിറ്റീസ് കൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. നമുക്ക് ഈ പറയുന്ന നെർവിനൊക്കെ എന്തെങ്കിലും തകരാറുകൾ സംഭവിച്ചാൽ നമുക്ക് കയ്യോ കാലോ ഒന്നും നമുക്ക് അനക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല അല്ലെ, ആ ഒരു അവസ്ഥയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, മോട്ടോർ സ്ട്രെങ്ത്, പിന്നെ സെൻസേഷൻ റിഫ്ലക്സസ്, കോർഡിനേഷൻ. നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിൽ നിന്ന് ആണ് എന്ത് പോകുന്നത്? മെസ്സേജസ് പോകുന്നത് അല്ലെ. ബ്രെയിൻ നമ്മുടെ തീരുമാനങ്ങൾ എന്താണ്? നമ്മുടെ നെർവിലൂടെ അറിയിക്കുകയാണ് അല്ലെ. അത് ബ്രെയിനിൽ നിന്ന് മെസ്സേജസ് നെർവ് വഴിയായിട്ട് പോകുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ബോഡി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു കോർഡിനേഷൻ അല്ലെ, നമ്മുടെ ആ ഒരു ബോഡിയിലുള്ള ആ ഒരു നെർവുകളും ബ്രെയിനുമായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻ. പിന്നെ ഗേറ്റ് മീൻസ് ഇവിടെ ഗേറ്റ് മീൻസ് നടക്കുക എന്നാണ് കേട്ടോ അർത്ഥം. നടക്കുക അതൊക്കെ ഒരു മോട്ടോർ സ്ട്രെങ്ത്തിന്റെ തന്നെ ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അസസ്മെന്റ് ആണ് നമ്മളൊരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ അടുത്ത് നടത്തുന്നത്. ന്യൂറോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും കയ്യ് പോക്ക്, കാല് പോക്ക്, അല്ലെങ്കിൽ ടച്ച് ചെയ്യാം, ഇതൊക്കെ നോക്കും അല്ലെ. കയ്യും കാലും പൊക്കാൻ, വിരലുകൾ അനക്കാൻ, ഇതൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മോട്ടോർ സ്ട്രെങ്ത് അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും ചോദിക്കും, നമ്മളോട് ഓർത്തെടുക്കാൻ പറയും. ഇതൊക്കെ നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷനെയാണ് അവിടെ അസസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ അതും നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അതായത് ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷനിൽ എന്തൊക്കെ കമ്പോണന്റുകളാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളുടെ അസസ്മെന്റുകളാണ് നമ്മളിവിടെ നടത്തുന്നത്? ഒന്ന്, പേഷ്യന്റിന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ, മോട്ടോർ സ്ട്രെങ്ത്, സെൻസേഷൻ റിഫ്ലക്സസ്, കോർഡിനേഷൻ ആൻഡ് ഗേറ്റ്. ഓക്കെ, അടുത്തത് നോക്കാം. ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. ഈ ന്യൂറോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവരൊരിക്കലും സർജറി ചെയ്യില്ല.
സർജറി ചെയ്യുന്നത് ന്യൂറോ സർജൻസ് ആണ് കേട്ടോ. അത് വേറൊരു വിഭാഗം ആളുകളാണ്. ന്യൂറോളജിസ്റ്റുകൾ പൊതുവെ എന്ത് ചെയ്യാറില്ല, സർജറി ചെയ്യാറില്ല. സർജറി ചെയ്യുന്നത് ന്യൂറോ സർജൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. അവരാണ് സർജറികളും മറ്റും കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ന്യൂറോളജിസ്റ്റ് ഡു നോട്ട് പെർഫോം സർജറി. If one of their patients requires surgery, they refer them to a neurosurgeon that requires the surgical intervention. Okay. അപ്പൊ ഒരുപാട് പോയിന്റുകളൊന്നും നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. അപ്പൊ ന്യൂറോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, നമ്മുടെ ഹ്യൂമൻ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം. അതായത് നമ്മുടെ ബ്രെയിൻ, നമ്മുടെ സ്പൈനൽ കോഡ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ. പിന്നെ നമുക്കറിയാം, ഒരു ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ അസസ്മെന്റുകളാണ് നമ്മൾ നടത്തുന്നത്? പിന്നെ ഒരു ന്യൂറോളജിസ്റ്റ് ഒരിക്കലും സർജറി ചെയ്യുന്നില്ല. സർജറി ചെയ്യുന്നത് ആരാണ്? ന്യൂറോ സർജൻസ് ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? ഓക്കെ അല്ലേ? മനസ്സിലായോ? അത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ആരുടെ ഡിപ്പാർട്ട്മെന്റ് വായിച്ചു നോക്കിക്കോളൂ. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ഡിപ്പാർട്ട്മെന്റിലോട്ട് പോവാലോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. എന്താണ് നെഫ്രോളജി? എന്തുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി? കിഡ്നിയാണ് കേട്ടോ. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നെഫ്രോളജി ഫോക്കസ് on the diagnosis and treatment of diseases that affect the kidney. അല്ലെ, നമുക്കറിയാം കിഡ്നി, നമുക്ക് 2 കിഡ്നി ഉണ്ടല്ലേ. കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? നമ്മുടെ ശരീരത്തില് നമ്മുടെ രക്തത്തിലുള്ള മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് കിഡ്നി എന്ന് പറയുന്നത് അല്ലെ. അത് മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു അധിക മാലിന്യങ്ങള് അല്ലെ, അധിക ദ്രാവകങ്ങള്, അതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്യുക അല്ലെ, യൂറിനിലൂടെയൊക്കെ എലിമിനേറ്റ് ചെയ്യുന്നതും നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങളെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതും അതുപോലെ നമ്മുടെ ബ്ലഡ് പ്രഷർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതിലൊക്കെ ആർക്ക് പങ്കുണ്ട്? കിഡ്നിക്ക് പങ്കുണ്ട്. കാരണം കിഡ്നി ചെറുതാണെങ്കിലും ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള ഒത്തിരിയേറെ ഫങ്ഷൻസ് നമ്മുടെ ശരീരത്തിനകത്ത് ചെയ്യുന്ന ഒരാളാണ് കിഡ്നി. ഓക്കെ, അപ്പോ നമുക്കറിയാം ഈ കിഡ്നിയുടെ ഫങ്ഷൻ ഏതാണ്? പ്യൂരിഫിക്കേഷൻ ആണ് കേട്ടോ. നമ്മുടെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുക. അപ്പോ ഈ കിഡ്നിക്കകത്ത് ഒരു ഫിൽട്ടർ ഉണ്ട്, അരിപ്പയുണ്ട്. അതിന് നമ്മൾ നെഫ്രോൺസ് എന്നാണ് പറയാ കേട്ടോ. നെഫ്രോൺസ് എന്നാണ് പറയാ. അതുകൊണ്ടാണ് ആ പേരില് നെഫ്രോളജി എന്ന് വന്നത് കേട്ടോ. ഓക്കെ, കിഡ്നിക്കകത്ത് ഒരു ഫിൽട്ടർ ഉണ്ട്, അരിപ്പയുണ്ട്. അതിന് നമ്മൾ നെഫ്രോൺസ് എന്നാണ് പറയാ കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേര് നെഫ്രോളജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. നെഫ്രോളജി ഫോക്കസസ് on the diagnosis and the treatment of diseases that affect the kidney, including എന്തൊക്കെ കാര്യങ്ങളാണ്? Electrolyte disturbance and hypertension, renal replacement therapy including dialysis and transplant are also carried out by the nephrologist. Okay, അപ്പോ കിഡ്നിയുടെ ഫങ്ഷൻസ് ഒക്കെ തകരാറിലായി കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ കുഞ്ഞിഞ്ഞു കൂടാനായിട്ട് തുടങ്ങും. ആ സമയത്താണ് നമുക്ക് ഡയാലിസിസ് ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നത് കേട്ടോ. അതുപോലെ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ശരീരത്തിലുള്ള ധാതു ലവണങ്ങള് അല്ലെ, ഇലക്ട്രോലൈറ്റ്സ് ഉദ്ദേശിക്കുന്ന നമ്മുടെ ധാതു ലവണങ്ങള് സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മിനറൽസ് നമ്മുടെ ശരീരത്തിനടുത്തുണ്ട് അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ അളവിനെയൊക്കെ ബാലൻസ് ചെയ്ത് നിർത്തുന്നത് കിഡ്നിയാണ്. അപ്പൊ കിഡ്നിക്ക് എന്തെങ്കിലും തകരാറുകൾ വന്നു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? ഇലക്ട്രോലൈറ്റ് ഡിസ്റ്റർബൻസ് വരും. എന്ന് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിനകത്തുള്ള ധാതു ലവണങ്ങളുടെ ബാലൻസുകളൊക്കെ നഷ്ടപ്പെടും. നമ്മൾ പറയില്ലേ, സോഡിയം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കുറഞ്ഞു പോയി, പൊട്ടാസ്യം കൂടിപ്പോയി, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും.
ഈ സോഡിയം പൊട്ടാസ്യം പമ്പൊക്കെ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് പോകണം നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, അപ്പോ ഈ കിഡ്നി തകരാറിലായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് അനുഭവപ്പെടും. അത് പിന്നീട് ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പർ മീൻസ് ഹൈ ലെവലാണ് കേട്ടോ. ഏത് വാക്കിന്റെ കൂടെ ഹൈപ്പർ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഹൈ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത്, ഹൈപ്പോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ലോ ലെവലിനെയാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? BP കൂടുന്ന അവസ്ഥയാണ്, ബ്ലഡ് പ്രഷർ കൂടും. ഈ സോഡിയത്തിന്റെ പൊട്ടാസ്യത്തിന്റെ അളവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ എന്ത് സംഭവിക്കും? ബ്ലഡ് പ്രഷർ കൂടും, ഹൈപ്പർ ടെൻഷൻ വരും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസുകൾ അതിനെ തുടർന്ന് വരുന്നുണ്ട്. പിന്നെ റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ്. റീനൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ പറയുക? കിഡ്നി ആണ് കേട്ടോ, റീനൽ. ഓക്കെ, റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി ഇൻക്ലൂഡിംഗ് ഡയാലിസിസ് ആൻഡ് ട്രാൻസ്പ്ലാന്റ്. ഓക്കെ, ഡയാലിസിസ് അതുപോലെ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പോലെയുള്ള റീനൽ റീപ്ലേസ്മെന്റ് ട്രീറ്റ്മെന്റുകളും ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൈകാര്യം ചെയ്യുന്നത്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ്. ഓക്കെ, കിഡ്നിയുടെ ഫംഗ്ഷൻ തകരാറിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില ആളുകൾക്ക് നമുക്ക് ഡയാലിസിസിലൂടെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്, കിഡ്നി മാറ്റിവെക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് ശ്രുതി? അമ്മയ്ക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പോ അതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെയാണ് നമ്മൾ നെഫ്രോളജിസ്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ഡയാലിസിസിനെ പറ്റിയിട്ട് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട് ഡയാലിസിസ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും മനസ്സിലാക്കിയാൽ മതി കേട്ടോ. നെഫ്രോളജി ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ന്യൂക്ലിയർ മെഡിസിൻ. അത് നമുക്ക് ചിലപ്പോൾ അധികം നമ്മുടെ ഫെമിലിയർ ആയിട്ടുള്ളതാണ്. മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് പിന്നെയും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കേൾക്കുന്നുണ്ടൊക്കെ പരിചയമുണ്ടാവും അല്ലെ. പക്ഷെ ന്യൂക്ലിയർ മെഡിസിൻ എനിക്ക് തോന്നുന്നു ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും, ചിലർക്ക് ഒട്ടും ഫെമിലിയർ അല്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ, ന്യൂക്ലിയർ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ നമുക്കത് വായിക്കുന്നേക്കാളും മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം, ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാം, എന്നിട്ട് നമുക്കത് വായിക്കായിരിക്കും നല്ലത് കേട്ടോ. ഓക്കെ, എന്താണ് ഈ ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ശരിക്കും പറഞ്ഞാല് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് നമുക്ക് പറയാം. ചെറിയ അളവിലുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ ഉപയോഗിക്കുകയാണ്. വളരെ ചെറിയ അളവിൽ, ട്രേസർ എന്ന് തന്നെ പറയുമ്പോൾ വളരെ ചെറിയ അളവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, വളരെ കുറഞ്ഞ അളവില് ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ, അത് നമ്മുടെ ബോഡിയിൽ വലിയ ആക്ഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. അങ്ങനെയുള്ള ട്രേസറുകള് ഒന്നുകിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ, ഓക്കെ, നമ്മുടെ വെയിനിലൂടെ നമ്മുടെ ശരീരത്തിനകത്തേക്ക് കയറ്റി വിടും. ഈ ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അത് പുറത്ത് വിടുന്ന റേഡിയേഷൻസ്, ഇതൊരു റേഡിയോ ആക്റ്റീവ് ട്രേസർ ആണ്. ഇത് റേഡിയേഷൻസിന് പുറത്ത് വിടുന്ന സബ്സ്റ്റൻസ് ആണ്. ഇതിന് ഒന്നുകിൽ നമ്മുടെ വായിലൂടെ കടത്തിവിടും അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ ശരീരത്തിന്റെ ഉള്ളിലോട്ട് കടത്തിവിടുകയാണ്. എന്നിട്ട് ഇത് ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് അത് പുറത്ത് വിടുന്ന കിരണങ്ങളെ നമ്മൾ ചില ക്യാമറകൾ ഉപയോഗിച്ച് ഇമേജ് ചെയ്യാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ സ്കാനിങ് എന്നാണ് പറയുന്നത്. എന്താണ് പറയുക? സ്കാനിങ്. അതായത് ഈ ന്യൂക്ലിയർ മെഡിസിനിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഇമേജിംഗ് വിഭാഗമുണ്ട്, പിന്നെ തെറാപ്പി വിഭാഗമുണ്ട്. തെറാപ്പി മീൻസ് ട്രീറ്റ്മെന്റ്. ഓക്കെ, അങ്ങനെ രണ്ട് വിഭാഗങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ക്ലിയർ? ന്യൂക്ലിയർ മെഡിസിന് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് എനിക്ക് പറയുന്നത്. ഒന്ന് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് ഉണ്ട്, രണ്ട് തെറാപ്പി ഉണ്ട്, ട്രീറ്റ്മെന്റും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഇമേജിംഗ് ആണ്. അതായത് നമ്മളിപ്പോ CT സ്കാൻ MRI ഒക്കെ എടുക്കുന്ന പോലെ ഇമേജിംഗ് ആണത് ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അതായത് ട്രേസ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ട്രേസറുകളെ ഒന്നുകിൽ നമ്മുടെ വായിലൂടെ അല്ലെങ്കിൽ നമ്മുടെ വെയിനിലൂടെ ശരീരത്തിന്റെ ഉള്ളിലൂടെ കടത്തിവിടുകയാണ്. ഇത് ശരീരത്തിന്റെ ഉള്ളിൽ ചെന്നിട്ട് അത് പുറത്ത് വിടുന്ന കിരണങ്ങളെ, റേഡിയേഷൻസിനെ നമ്മൾ ചില ക്യാമറ ഉപയോഗിച്ച് ഇമേജ് ചെയ്യാണ്. അപ്പൊ അതിന് ചില സ്പെഷ്യലൈസ്ഡ് ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. ഗാമ ക്യാമറ എന്ന് പറയും. ഗാമ ക്യാമറ, അതുപോലെ PET-CT മെഷീൻസ് ഒക്കെയാണ് അതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ക്യാമറകള് നോർമൽ ക്യാമറ എല്ലാം വ്യത്യസ്തമാണ്. ഗാമ ക്യാമറ അതുപോലെ PET-CT മെഷീനുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കിരണങ്ങള് ശരീരത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാണ് വരുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് എന്ന് നമ്മൾ പറയുന്നത്.
ഓക്കെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളിപ്പോ CT സ്കാൻ അല്ലെങ്കിൽ MRI സ്കാൻ ഒക്കെ എടുക്കുമ്പോൾ അതിന് നമുക്കൊരു സ്ട്രക്ചറൽ ഇമേജ് ആണ് കിട്ടുന്നത്. സ്ട്രക്ചറൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ നമ്മളൊരു കിഡ്നിയുടെ ഒക്കെ എടുക്കാന്ന് വിചാരിക്കും, ഒരു CT അല്ലെങ്കിൽ MRI ഒക്കെ എടുക്കുമ്പോൾ ആ കിഡ്നിയുടെ സ്ട്രക്ചറിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. എന്തെങ്കിലും മുഴയോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ഇതിന്റെ ഘടനയിലൊക്കെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതൊരു ഫങ്ഷണൽ ഇമേജ് ആണ് നമുക്ക് തരുന്നത്. എന്ന് വെച്ചാൽ ആ ഓർഗൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എത്ര പെർസെന്റേജ് അത് പ്രവർത്തിക്കുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ കിഡ്നിയുടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് കിഡ്നി ഉണ്ടല്ലോ, റൈറ്റ് കിഡ്നി ഉണ്ട്, ലെഫ്റ്റ് കിഡ്നി ഉണ്ട്. അപ്പൊ റൈറ്റ് കിഡ്നി ലെഫ്റ്റ് കിഡ്നിനേക്കാളും എത്ര കൂടുതൽ പ്രവർത്തിക്കുന്നുണ്ട്, എത്ര പെർസെന്റേജ് പ്രവർത്തിക്കുന്നുണ്ട്, അതുപോലെ അവിടെ ട്രേസറുകൾക്ക് എന്തെങ്കിലും ബ്ലോക്കേജ് വരുന്നുണ്ടോ, ക്ലിയറൻസിൽ എന്തെങ്കിലും തടസ്സങ്ങൾ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിങ്ങിലൂടെ. എന്ന് വെച്ചാൽ ഫംഗ്ഷൻ അറിയാൻ പറ്റും നമുക്ക്. മറ്റുള്ളിടത്തൊക്കെ സ്ട്രക്ചറൽ ഇമേജ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത് ഫങ്ഷണൽ ഇമേജ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഇത്രയും ഇമ്പോർട്ടൻസ് വരാനുള്ള കാരണം. ഓക്കെ, ഫാറ്റി ലിവർ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ഇമേജിംഗ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. ഇത് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ഇനി ഞാൻ പറഞ്ഞു തെറാപ്പി എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗമുണ്ട്. ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന ക്യാൻസർ ഒക്കെ ഇല്ലേ, തൈറോയിഡ് ക്യാൻസർ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം വളരെയധികം കൂടുന്ന അവസ്ഥ, അങ്ങനെയൊക്കെയുള്ള ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകളുടെ ഒക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെറിയ അളവിൽ നമ്മൾ മെഡിസിൻ ആയിട്ടും ഈ പറയുന്ന ട്രേസറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ ട്രേസറുകൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ചില ക്യാൻസർ പോലുള്ള അസുഖങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ രണ്ട് വിഭാഗമുണ്ട് എന്നുള്ളത് ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കും. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്കത് വായിക്കാം. ഇനി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ന്യൂക്ലിയർ മെഡിസിൻ is a branch of medical imaging that uses small amount of radioactive material, that means tracer, to diagnose and ascertain the severity of or treat a variety of disease including many type of cancer, heart disease, gastrointestinal, endocrine, neurological disorders and other abnormalities within the body. കേട്ടോ, നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാകുന്ന പല വിധത്തിലുള്ള അബ്നോർമാലിറ്റീസ്, പ്രത്യേകിച്ച് ചില അസുഖങ്ങൾ, അതിന്റെ തീവ്രത മനസ്സിലാക്കാൻ, ചില ടൈപ്പ് ഓഫ് ക്യാൻസറുകള്, ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഡിസീസ്, എൻഡോക്രൈൻ ഡിസീസ്, ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ്, അങ്ങനെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന പല രീതിയിലുള്ള അബ്നോർമാലിറ്റീസുകളെയൊക്കെ എന്താണ് ഈ പറയുന്ന പോലെ ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ന്യൂക്ലിയർ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഇമേജിംഗ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് കേട്ടോ. ഓക്കെ, ഇനി ന്യൂക്ലിയർ മെഡിസിൻ യൂസസ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ കൊണ്ട് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. അപ്പൊ നമ്മള് ഈ ന്യൂക്ലിയർ മെഡിസിനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ട്രേസറുകൾ ഉണ്ടല്ലോ, അത് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു, ട്രീറ്റ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിന് നമ്മള് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ് പറയാ? റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ്. കാരണം റേഡിയേഷൻ, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ട്രേസറുകൾ നമ്മൾ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന്റെ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ അസുഖങ്ങളുടെ ചികിത്സയ്ക്കാണ് നമ്മൾ ഇങ്ങനെയുള്ള ട്രേസറുകൾ ഉപയോഗപ്പെടുത്തുന്നത്? ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഡിസീസസ് ട്രീറ്റഡ് വിത്ത് ന്യൂക്ലിയർ മെഡിസിൻ പ്രൊസീജിയേഴ്സ് ആണ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഹൈപ്പർ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം വളരെയധികം കൂടുതലാകുന്ന ഒരവസ്ഥ, അതിനെയാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതുപോലെ തൈറോയിഡ് ക്യാൻസർ, പിന്നെ ലിംഫോമ. ലിംഫോമ എന്ന് പറഞ്ഞാലും ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെയൊക്കെ ബാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ്. അതായത് ബ്ലഡ് ക്യാൻസറിന്റെ തന്നെ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ് ലിംഫോമ. ഓക്കെ, ലിംഫോമാസ്. അതുപോലെ തന്നെ ബോൺ പെയിൻ ഫ്രം സം ടൈപ്സ് ഓഫ് ക്യാൻസർ, ക്യാൻസർ മൂലമുണ്ടാകുന്ന ചില അസ്ഥിവേദനകള്, അതിന്റെയൊക്കെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട്, അതിന്റെയൊക്കെ മെഡിസിൻ ആയിട്ടും എന്ത് ഉപയോഗിക്കുന്നുണ്ട്? നമ്മൾ ഈ പറയുന്ന ന്യൂക്ലിയർ മെഡിസിൻ, ദാറ്റ് മീൻസ് റേഡിയോ ആക്റ്റീവ് ട്രേസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇമേജിങ്ങിനും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, മെഡിസിൻ ആയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ, ചില സ്പെഷ്യൽ ക്യാമറകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗാമ ക്യാമറ, PET-CT മെഷീൻസ് ഒക്കെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് കേട്ടോ. നോക്കുക, the specially designed cameras allow doctors to track the path of these radioactive traces. നമ്മൾ ഈ റേഡിയോ ആക്റ്റീവ് ട്രേസർ കടത്തി വിട്ട് കഴിഞ്ഞാൽ
ഇത് ഏതിൽ കൂടെ ഒക്കെ പോകുന്നുണ്ടെന്ന് അറിയണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചില സ്പെഷ്യലൈസ്ഡ് ക്യാമറകളാണ് ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. ഫോർ ദ മോസ്റ്റ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസ് ഇൻ ന്യൂക്ലിയർ മെഡിസിൻ, the radioactive tracer is administered to a patient by intravenous injection. ഓക്കെ, നേരത്തെ പറഞ്ഞേ ഒന്നുകിൽ IV ആയിട്ട്, IV വെച്ച് ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻ ആയിട്ട് വെയിനിലൂടെ ചിലപ്പോൾ നമ്മൾ ട്രേസറിനെ കടത്തിവിടും, ചിലപ്പോൾ നമ്മൾ ഓറലി കടത്തിവിടാറുണ്ട്. ആ രീതിയിലാണ് ട്രേസർ നമ്മുടെ ശരീരത്തിനകത്തേക്ക് വിടുന്നത് കേട്ടോ. ഇനി സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ഓർ സ്പെക്ട് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. സ്പെക്ടിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി ആൻഡ് positron emission tomography or PET scans are the two most common imaging modalities in nuclear medicine. Nuclear medicine നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ഇമേജിംഗ് മെത്തേഡുകളാണ് സ്പെക്ടും അതുപോലെ തന്നെ പെറ്റും. സ്പെക്ട് എന്താണ്? സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി എന്നാണ് കേട്ടോ. പെറ്റ് എന്താണ്? പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇതാണ് നമ്മൾ ന്യൂക്ലിയർ മെഡിസിനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള രണ്ട് ഇമേജിംഗ് മെത്തേഡുകളാണ് സ്പെക്ടും അതുപോലെ തന്നെ പെറ്റ് സ്കാൻ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ന്യൂക്ലിയർ മെഡിസിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഒന്ന് വായിച്ചു നോക്കി. അടുത്ത ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാലോ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയട്ടെ. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മൾ തുടക്കം പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്യാൻസർ. ഓക്കെ, സിനു കറക്റ്റ് ആണ്. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് വായിക്കാം. ലിംഫോമ എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ക്യാൻസർ ആണ് കേട്ടോ. ക്യാൻസറിനെയാണ് ഈ നമ്മുടെ ഈ ബ്ലഡ് ക്യാൻസർ പോലത്തെ അതിന്റെ തന്നെ ഒരു വിഭാഗത്തിൽ പെടുന്ന ഒരു ക്യാൻസർ ആണ് കേട്ടോ ലിംഫോമ. ഓക്കെ, നെക്സ്റ്റ് ആണ് ഓങ്കോളജി കേട്ടോ. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഇൻക്വയർസ് ആൻഡ് ട്രീറ്റ്സ് ഓൾ കൈൻഡ്സ് ഓഫ് ക്യാൻസേഴ്സ് and provides a wide range of chemotherapy treatment and radiotherapy for the cancerous tumors and blood disorders. Okay, ഇത്രയേ ഉള്ളൂ നമ്മൾ ഈ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമറുകള്, ബ്ലഡ് ഡിസോർഡേഴ്സ്, ദാറ്റ് മീൻസ് ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ബ്ലഡ് ഡിസോർഡേഴ്സ് അതിനൊക്കെ കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, അങ്ങനെ ഇത്രയും ട്രീറ്റ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. എല്ലാ തരത്തിൽപ്പെട്ട ക്യാൻസറുകൾക്ക് വേണ്ട ചികിത്സകൾ കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഓക്കെ, ദിസ് ഡിപ്പാർട്ട്മെന്റ് ഈസ് യൂഷ്വലി കണക്റ്റഡ് വിത്ത് ഓൾ ദ അതർ ഡിപ്പാർട്ട്മെന്റ്സ് as reference cannot be made when one department cannot diagnose the patient's problem. അതായത് മിക്കവാറും ഈ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അത് മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്റ്റഡ് ആണ്. കാര്യം മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് ഡയഗ്നൈസ് പറ്റാത്ത കാര്യങ്ങളാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുന്നതും അവിടെ ചികിത്സിക്കുന്നതും. ഓക്കെ, അപ്പൊ നോക്കാം. ഡോക്ടേഴ്സ് ആൾസോ ക്യാരി ഔട്ട് ട്യൂമർ റിമൂവൽ പ്രൊസീജിയേഴ്സ് which are then sent for biopsy to verify whether the tumor is harmful or not. Okay, ഇവിടെ ട്യൂമർ റിമൂവൽ പ്രൊസീജിയേഴ്സും എവിടെയാണ് നടക്കുന്നത്? ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. എല്ലാ ട്യൂമറുകളും ക്യാൻസർ ആവണമെന്നില്ല. അപ്പൊ നമ്മൾ ട്യൂമർ റിമൂവൽ സർജറികൾ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം? ട്യൂമർ ദാറ്റ് ഈസ് സെൻഡ് ടു ദ ബയോപ്സി ടെസ്റ്റിനായിരിക്കും. ഇതിനെ ബയോപ്സി ടെസ്റ്റ് ചെയ്യുന്നത് ക്യാൻസർ ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി. എല്ലാ ട്യൂമറും ക്യാൻസറസ് ആവണമെന്നില്ല, ചിലത് നോൺ ക്യാൻസറസ് ആയിട്ടുള്ള ട്യൂമേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളത് അയക്കും, ആ ഒരു ട്യൂമർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സെൻഡ് ടു ദ ബയോപ്സി ടെസ്റ്റിനായിരിക്കും വെദർ ഇറ്റ് ഈസ് ക്യാൻസറസ് ഓർ നോട്ട്. അത് ക്യാൻസറസ് ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബയോപ്സി ടെസ്റ്റിന് അയക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള പോയിന്റ് ഇതാണ്.
The field of oncology has the 3 major areas കേട്ടോ. അപ്പൊ ഓങ്കോളജി വിഭാഗത്തിന് പ്രധാനമായിട്ടും 3 ഏരിയകളാണ് ഉള്ളത്. നമ്മൾ അനസ്തേഷ്യ പഠിച്ചപ്പോൾ 3 ടൈപ്പ് അനസ്തേഷ്യ പഠിച്ചില്ലേ? റീജിയണൽ, ജനറൽ, ലോക്കൽ എന്നതുപോലെ ഓങ്കോളജി വിഭാഗത്തിന് നമുക്ക് 3 മേജർ ഏരിയാസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്നറിയോ? ഒന്ന് മെഡിക്കൽ ഓങ്കോളജി, 2 സർജിക്കൽ ഓങ്കോളജി, ആൻഡ് തേർഡ് വൺ റേഡിയേഷൻ ഓങ്കോളജി. ഇതൊക്കെയാണ് 3 വിഭാഗങ്ങള്. മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന് ചാൻസ് ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ ഓങ്കോളജി ആ പേര് സൂചിപ്പിക്കുന്നുണ്ട്. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പോൾ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത് കേട്ടോ. ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമോതെറാപ്പി, അതായത് കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, ദ ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ വിത്ത് മെഡിസിൻ ഇൻക്ലൂഡിങ് കീമോതെറാപ്പി, അതായത് കീമോതെറാപ്പി ഉൾപ്പെടെ മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? സർജിക്കൽ ഓങ്കോളജി. എന്തായിരിക്കും? സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്, ബയോപ്സി എന്നിവയുൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സാ വിഭാഗത്തിന് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയും. ഓക്കെ, അതാണ് ദ സർജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ഇൻക്ലൂഡിംഗ് ബയോപ്സി ആൻഡ് സർജിക്കൽ റീസെക്ഷൻ ഓഫ് ട്യൂമേഴ്സ്. ദാറ്റ് മീൻസ് സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ്, ബയോപ്സി ഉൾപ്പെടെയുള്ള എന്താണ് ആ ഒരു ക്യാൻസർ ചികിത്സാ വിഭാഗത്തിനെയാണ് സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻസ് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്യാൻസറിനെ ചികിത്സിക്കുന്നുണ്ട്. ക്യാൻസർ ചികിത്സ പല രീതിയിലുണ്ട് അല്ലെ? ഇപ്പൊ മെഡിസിൻസ് ഉപയോഗിച്ച് ക്യാൻസർ ചികിത്സിക്കുന്നുണ്ട്, സർജറിയിലൂടെ അങ്ങനെയും അതും ക്യാൻസർ ചികിത്സയുടെ ഭാഗമാണ്. റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാൻസറിനെ ചികിത്സിക്കുന്നുണ്ട് അല്ലെ? അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ 3 ഏരിയയിൽ മാറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുമ്പോൾ റേഡിയേഷൻ തെറാപ്പി that uses carefully targeted and regulated doses of high energy radiation to kill the cancer cells. അതായത് നമ്മൾ റേഡിയേഷൻ തെറാപ്പി എന്ന് പറയുമ്പോൾ ഹൈ എനർജി റേഡിയേഷൻസ് അതൊരു റെഗുലർ ഡോസസിൽ നമ്മൾ കൊടുക്കുന്നത്. റേഡിയേഷൻ കീമോ ചെയ്യാൻ പോവാന്ന് കേട്ടിട്ടില്ലേ? ഓക്കെ, അപ്പൊ റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ. ആ ഒരു വിഭാഗമാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ 3 വിഭാഗമാണ്: മെഡിക്കൽ ഓങ്കോളജി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി. മെഡിക്കൽ ഓങ്കോളജി എന്ന് പറയുമ്പോൾ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ് മെഡിക്കൽ ഓങ്കോളജിയാണ്. സർജിക്കൽ റിമൂവൽ ഓഫ് ട്യൂമേഴ്സ് ആൻഡ് ബയോപ്സി ഉൾപ്പെടെയുള്ള ക്യാൻസർ ചികിത്സയെ സർജിക്കൽ ഓങ്കോളജി എന്ന് പറയുന്നു. റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറഞ്ഞാൽ വളരെ ഹൈ എനർജി റേഡിയേഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുകയാണ്. ആ ഒരു ടൈപ്പ് ഓഫ് റേഡിയേഷൻ ചികിത്സയാണ് റേഡിയേഷൻ ഓങ്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കി. നെക്സ്റ്റ് വിഭാഗമാണ് ഒഫ്താൽമോളജി. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒഫ്താൽമോളജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ നേത്ര സംബന്ധമായിട്ടുള്ള അല്ലെ കണ്ണ് സംബന്ധമായിട്ടുള്ള ചികിത്സാ വിഭാഗത്തിനെയാണ് നമ്മൾ അത് തന്നെ കറക്റ്റ് ആണ് ദശരനായി അല്ലെ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ. കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന അല്ലെങ്കിൽ അത്തരം ചികിത്സകള് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെ നമ്മൾ ഒഫ്താൽമോളജി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കാം. This department deals with the investigation and treatment of eye problems of adult and children.
ഈ പറയുന്ന വലിയ ആളുകളിലും കൊച്ചുകുട്ടികളിലൊക്കെ നേത്ര സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങള് കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ദാറ്റ് ഈസ് കോൾഡ് ഒഫ്താൽമോളജി. ഓക്കെ, എന്തൊക്കെ സേവനങ്ങളാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്? Their services include general eye clinic appointments, അതായത് റുട്ടീൻ ആയിട്ടുള്ള നമ്മുടെ ഐ ക്ലിനിക് അല്ലെ, ഐ എക്സാമിനേഷൻസ്, കണ്ണ് പരിശോധനകൾ, അതുപോലെ ലേസർ ട്രീറ്റ്മെന്റ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവമാണ് ലേസർ ട്രീറ്റ്മെന്റ്. കണ്ണട വെക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വിഷൻ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. ലേസർ ചികിത്സയെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു, ലേസർ ട്രീറ്റ്മെന്റ്സ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് ഒപ്റ്റോമെട്രി. അത് നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, അതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ് കേട്ടോ. ഒഫ്താൽമോളജി, ഒപ്റ്റോമെട്രി രണ്ട് വ്യത്യസ്തതാണ് കേട്ടോ. രണ്ടിലും അതിൽ കണ്ണ് സംബന്ധമായിട്ട് ഇത് തന്നെയാണ്. പക്ഷെ ഒഫ്താൽമോളജി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ MBBS ആ ഒരു രീതിയിലുള്ളതാണ് ഒഫ്താൽമോളജി. കുറെ കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ണ് സംബന്ധമായിട്ടുള്ള സർജറിയും മറ്റ് ചികിത്സകളും അങ്ങനെ വളരെ കോംപ്ലിഹെൻസീവ് ആയിട്ടുള്ള ഒരു നേത്ര ചികിത്സാ വിഭാഗത്തിനെയാണ് നമ്മൾ ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. ഒപ്റ്റോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും എന്താന്ന് പറയുക, അതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ തന്നെയാണ്. അത് വന്നിട്ട് ദാറ്റ് ഫോക്കസസ് ഓൺ ഐ ആൻഡ് വിഷൻ. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള എന്താ പറയാ കണ്ണ് ചികിത്സകളല്ല, അല്ലാതെ നമ്മളിപ്പോ ഈ കണ്ണടയൊക്കെ വെക്കേണ്ട സമയത്ത് ലെൻസിന്റെ പവറൊക്കെ നോക്കുക, അതുപോലെ ഐ ഡ്രോപ്സ് കൊടുക്കുക, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഐ കെയർ ഒക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു കോഴ്സാണ്. അങ്ങനെ ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒപ്റ്റോമെട്രിയിൽ ശരിക്കും ഒരു BSc ഒപ്റ്റോമെട്രി ഒക്കെ ഉണ്ട്. അതായത് അതൊരു MBBS കോഴ്സ് അല്ല, അതൊരു പാരാമെഡിക് പോലത്തെ ഒരു കോഴ്സാണ്. അതൊരു ഹെൽത്ത് കെയർ പ്രൊഫഷൻ ആണ്. ദാറ്റ് ഫോക്കസ് ഓൺ ഐസ് ആൻഡ് വിഷൻ. എന്നുവെച്ചാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ണിന്റെ ചികിത്സകളല്ല അവിടെ ചെയ്യുന്നത്. വളരെ പ്രൈമറി ആയിട്ടുള്ള ഐ കെയർ ഒക്കെ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അതായത് നേരത്തെ പറഞ്ഞ പോലെ ലെൻസിന്റെ പവർ, അതുപോലെ ഐ ഡ്രോപ്സുകള്, അത്യാവശ്യം വേണ്ട പ്രൈമറി ആയിട്ടുള്ള ഈ പറയുന്ന ഐ കെയറുകളൊക്കെ കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് കണ്ണ് ഡോക്ടറെ അടുത്തൊക്കെ പോകുന്ന സമയത്ത് കണ്ണ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് കണ്ണട വെക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരുന്നത് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിരിക്കും. ഡോക്ടറുകൾ അത് എഴുതി തരാം. ഡോക്ടർ കണ്ണട വെക്കാൻ പറയുള്ളൂ അല്ലെ. നമ്മൾ പോയി ആ ഒരു കണ്ണിന്റെ പവറും മറ്റൊക്കെ നോക്കി നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആ ഒരു കണ്ണടയൊക്കെ സെലക്ട് ചെയ്ത് തരുന്നതും നമ്മുടെ അത് ഐ വിഷൻ ഒക്കെ നോക്കുന്നതൊക്കെ ഒപ്റ്റോമെട്രിസ്റ്റുകളാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ്. ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നും, ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നത് ഇത് വലിയ സംബന്ധമായിട്ടുള്ള വിഭാഗമാണ്. അപ്പൊ അത് തെറ്റിപ്പോകരുത് കേട്ടോ. ഇത് പ്രത്യേകം നോട്ട് ചെയ്യണം. ഓർത്തോപ്റ്റിസ്റ്റ് ആരാണ്? ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓർത്തോപ്റ്റിസ്റ്റ് are the experts ആണ് in diagnosing and treating defects in eye movement and problems with how the eye work together called binocular vision. അതായത് നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. അതിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ഓർത്തോപ്റ്റിസ്റ്റ് എന്നാണ് പറയാ കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഓർത്തോ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എല്ല് സംബന്ധമായിട്ടുള്ള ആണെന്ന് ചിന്തിക്കരുത്. ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അതെന്താണ്? നേത്ര ചലന വൈകല്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകളാണ്. അതായത് ഇപ്പൊ കണ്ടിട്ടില്ലേ, കണ്ണുകളുടെ കൃഷ്ണമണികളുടെ സ്ഥാന വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള ആളുകളുണ്ട്. അത് നേത്ര ചലന വൈകല്യം. അപ്പൊ അവരെ സംബന്ധിച്ച് അവർ കാണുന്നുണ്ട്, പക്ഷെ അവർ കറക്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിലൊന്നും ആയിരിക്കില്ല അവർ കാണുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ നേത്ര കൃഷ്ണമണിയുടെ ദിശകളിലൊക്കെ വ്യത്യാസമുള്ള അങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഐ മൂവ്മെന്റ് പ്രോബ്ലംസുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ആൻഡ് ഹൗ ദ ഐ വർക്ക് ടുഗെദർ കോൾഡ് ബൈനോക്കുലർ വിഷൻ. നമ്മൾക്ക് ബൈനോക്കുലർ വിഷൻ ആണ്, ദ്വിനേത്ര ദർശനം എന്ന് പറയുമ്പോൾ രണ്ട് കണ്ണുകളും നമ്മൾ ഒരു വസ്തുവിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിന്റെ കറക്റ്റ് ഇമേജ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അതേസമയം നമുക്ക് ഈ ഒരു സ്ഥാന വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഇമേജ് കിട്ടില്ല അല്ലെ. നിങ്ങളെന്നെ നോക്കിയാൽ മതി. നമ്മുടെ ഒരു കണ്ണടച്ചു പിടിക്കാം, ഒരു കണ്ണടച്ചു പിടിച്ചു നോക്കുക. ഓരോ കണ്ണുകൾ ഇങ്ങനെ പരസ്പരം അടച്ചു പിടിച്ച് നോക്കുമ്പോ ആ ഡിസ്റ്റൻസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. വ്യത്യാസമില്ലേ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഒരു കണ്ണടച്ചു പിടിക്കാം. ഓക്കെ, ഓരോ കണ്ണുകൾ പരസ്പരം അടച്ചു പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു വസ്തുവിനെ കാണുന്ന ആ ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട് അല്ലെ. വ്യത്യാസമില്ലേ? ഓക്കെ, അതാണ്. അപ്പൊ നമ്മൾ ഈ രണ്ട് കണ്ണുകളും ഒരേ സമയം നമ്മളൊരു ഒബ്ജക്റ്റിലൂടെ കാണുമ്പോഴാണ് ആ ഒരു ഇമേജിന്റെ ഒരു 3D ഒബ്ജക്റ്റ്, ആ ഒരു
ത്രിമാന ദൃശ്യം നമുക്ക് കറക്റ്റ് ഡിസ്റ്റൻസിലും കറക്റ്റ് കാര്യത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് നമുക്കൊരു ബൈനോക്കുലർ വിഷൻ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ പറയുന്ന സ്ഥാന വ്യത്യാസം വരുമ്പോൾ ആ കറക്റ്റ് വിഷൻ കിട്ടില്ല, ആ ഡിസ്റ്റൻസും ആ ഒരു വലുപ്പവും ഒന്നും കറക്റ്റ് ആയിട്ട് അവർക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ്, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. എന്താണ് തന്നെ കോങ്കണ്ണുള്ളത് കൊണ്ട്, കോങ്കണ്ണ് ഉള്ളത് കണ്ടിട്ടില്ലേ, അതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓർത്തോപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ദ വേർഡ് ഓർത്തോപ്റ്റ്, ഈ ഓർത്തോപ്റ്റിക് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദ വേർഡ് ഓർത്തോപ്റ്റിക് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ്. ഗ്രീക്ക് വേർഡ് ഏതാണെന്ന് പറയുക, ഓർത്തോസ് വിച്ച് മീൻസ് സ്ട്രെയിറ്റ്, ഒപ്റ്റിക്കോസ് വിച്ച് മീൻസ് റിലേറ്റിംഗ് ടു സൈറ്റ്. രണ്ട് ഗ്രീക്ക് വേർഡുകളിൽ നിന്നാണ് ഈ ഒരു വാക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഒന്ന് ഓർത്തോസ് എന്നാണ്. ഓർത്തോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? സ്ട്രെയിറ്റ് എന്നുള്ള അർത്ഥം, നേരായത് എന്നുള്ള അർത്ഥമാണ്. ഒപ്റ്റിക്കോസ്, ഒപ്റ്റിക്കോസ് എന്ന വേർഡിന്റെ മീനിങ് എന്താ അറിയോ? റിലേറ്റീവ് ടു സൈറ്റ്, അല്ലെ, കാഴ്ചയുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ചേർത്ത് പറഞ്ഞു നോക്കിയേ, ഓർത്തോപ്റ്റിക് എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ്, അല്ലെ, സ്ട്രെയിറ്റ് വിഷൻ ആണ്, ഒരു നേരായ കാഴ്ചയുമാണ്. നേരായ കാഴ്ച എന്ന് വെച്ചാൽ നേരെ രീതിയിൽ കാണാം, കറക്റ്റ് ആയിട്ട് ബൈനോക്കുലർ വിഷൻ, കറക്റ്റ് ആയിട്ട് നോക്കി കാണാൻ പറ്റുന്ന ആ ഒരു കാഴ്ചയെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ, ഓർത്തോപ്റ്റിക് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും മതി കേട്ടോ, ഇത്രയും മതി, നമുക്ക് നിർത്താം. ബാക്കി ഒഫ്താൽമിക് ഇമേജിങ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാണ്. താങ്ക് യു മിസ്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗങ്ങൾ വായിക്കാം കേട്ടോ, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.